ഹായ് ഓൾ. അങ്ങനെ 2-3 ദിവസം അടുപ്പിച്ച് ഇറച്ചിയും ചിക്കനും ഒക്കെ തിന്ന് ക്ഷീണിച്ചിട്ട് ഇന്നിപ്പോൾ ചമ്മന്തിയാക്കാന്ന് കരുതി ഉച്ചയ്ക്ക് ലഞ്ചിന് അരി ഞാൻ ദേ കുക്കറിലേക്ക് ഇട്ടു. എന്നിട്ട് അമ്മ തിരികെ വെച്ച തേങ്ങയിൽ നിന്ന് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും പിന്നെ പൊടികളായിട്ട് കുറച്ച് സാധാ മുളക് പൊടി, പിന്നെ ഈ നിറത്തിന്റെ അസ്കിത എനിക്ക് കുറച്ചുള്ളതുകൊണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി, അല്പം ഉപ്പ്, ഒരു പിടിപ്പുളി, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു നുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സി ഓണാക്കി ആ യൂണിവേഴ്സൽ പോസിൽ അങ്ങോട്ട് നിന്ന് ചമ്മന്തി അങ്ങ് അരച്ചെടുത്തു. ഇനിയിപ്പോൾ പച്ചക്കറിക്കായിട്ട് ഫ്രിഡ്ജിലിരുന്ന കുറച്ച് അച്ചിങ്ങ അങ്ങോട്ട് എടുത്തു. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. പുരുഷു മാത്രമല്ല, ഇക്കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും ആദ്യം തൊട്ട് കൂടെയുള്ളവരും എല്ലാവരുടെയും അനുഗ്രഹം വേണം. ഒരു 10K ഒക്കെ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട്. 50K ഒക്കെ അങ്ങനെ ആഗ്രഹിക്കാൻ പാകത്തിനുണ്ടോ എന്നുള്ളത് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. അതിന്റെ ഏകദേശം അടുത്ത് വരെ എത്തിച്ച എല്ലാവരോടും നന്ദി. അച്ചിങ്ങ എല്ലാം കൂടെ അരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അരി അടച്ചിടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ മതി. പിന്നെ കുറച്ചു നേരം കുക്കർ അങ്ങനെ അനക്കാതെ വെച്ചിട്ട് തുറന്നാൽ ചോറ് റെഡിയാവും. വെളിച്ചെണ്ണയിൽ കടുകും മഞ്ഞപ്പൊടിയും കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് അതിലേക്ക് അച്ചിങ്ങാപ്പയർ ആഡ് ചെയ്ത് വീണ്ടും നിറത്തിന്റെ അസ്കിത ഉള്ളതുകൊണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കറിവേപ്പില ഇട്ട് അടച്ചു വെച്ചാൽ അച്ചിങ്ങ മെഴുക്ക് വരട്ടി റെഡിയാവും. രസവോ മോരോ ഉണ്ടാക്കണം എന്നോർത്ത് മടി പിടിച്ച് തക്കാളി എടുക്കാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴേക്കാണ് അമ്മ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മോരിന്റെ കുപ്പി അവിടെ ഇരിക്കുന്നത് എന്റെ കണ്ണിൽ പെട്ടത്. കുറച്ച് തൈരും കൂടെ അടിച്ചു ചേർത്ത് ഇത്തിരി ഉപ്പും അല്പം വെള്ളവും കൂടെ ചേർത്ത് മോര് അങ്ങനെ അങ്ങ് ചൂടാക്കാൻ വെച്ചു. ഈ സമയം കൊണ്ട് നമ്മുടെ മെഴുക്ക് വരട്ടി അങ്ങ് റെഡിയായി. എനിക്ക് ഈ സ്റ്റൂവ്, മഞ്ഞ നിറത്തിലുള്ള നാരങ്ങ അച്ചാറ് എന്നിവ ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല ചുമന്നിരിക്കണം. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിറത്തിന്റെ അസ്കിത. അച്ചിങ്ങ മെഴുക്ക് വരട്ടി ആയാലും ചമ്മന്തി ആയാലും എല്ലാത്തിൻ്റെയും നിറം എനിക്ക് കണ്ണുകൊണ്ട് ആദ്യം ഇഷ്ടപ്പെടണം, എന്നാലേ കഴിക്കാൻ തോന്നത്തുള്ളൂ. നിലൂന് പിന്നെ 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മുളക് പൊടി കൂട്ടിയിട്ട് ആ പരിപാടി അങ്ങോട്ട് നടത്താൻ പറ്റത്തില്ല. കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്താൽ ഇങ്ങനെ ചുവന്ന നിറത്തിൽ ചമ്മന്തിയാക്കി എടുക്കാം. പിന്നെ ഇന്നത്തെ പുതുമുഖം അമ്മ ഇന്നലെ ഇട്ടുകൊണ്ട് വന്ന ചൂര അച്ചാറ്. ഈ ഒരു സാധനം ഇരിപ്പുള്ളത് കൊണ്ടാണ് ഞാൻ മുട്ട പൊരിക്കാതിരുന്നത്. അങ്ങനെ ഇതെല്ലാം കൂട്ടി ചോറുണ്ടു. 2 പേരും ഇവിടെ ഇല്ല, അമ്മയുടെ കൂടെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.